ഇന്നലെ പറഞ്ഞതെല്ലാം ഇന്ന് വിഴുങ്ങുന്നു. അത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാത്രമാണ് എന്നാണ് കരുതിയത്. എന്നാൽ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുകയാണ്, അത് തെളിയിക്കുകയാണ് മറ്റ് മന്ത്രിമാർ. സ്വാഭാവികമാണ്, മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ പോകുന്നു എന്നർത്ഥം. വി.ഡി. സതീശൻ ഇന്നലകളിൽ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ലഭിക്കുന്ന അധിക വരുമാനം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് MLA ക്വാർട്ടേഴ്സിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ സൈക്കിളിൽ യാത്ര ചെയ്ത് സംസ്ഥാന സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ഇപ്പോൾ പെട്രോൾ ഡീസൽ വില കുത്തനെ ഉയർത്തി. കേരളത്തിന് 300-400 കോടി രൂപ ലഭിക്കും അധിക വരുമാനമായി. അത് കുറയ്ക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പഠിക്കട്ടെ, പഠിച്ചു പറയാം, ഇതാണ് പറയുന്നത്. പണ്ട് A.K. ആന്റണി ഇതുപോലെയായിരുന്നു, എല്ലാം പഠിച്ചിട്ടേ പറയുമായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് 5 വർഷം മുഖ്യമന്ത്രിയായി കാലാവധി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെയാണ് നമ്മുടെ വി.ഡി. സതീശനും ഇപ്പോൾ പറയുന്നത്. എന്നാൽ മറ്റു മന്ത്രിമാരെങ്കിലും ശരിയായ വഴിക്ക് ചിന്തിക്കും, കാര്യങ്ങൾ തുറന്നു പറയും, തെറ്റായ കാര്യങ്ങൾ ചെയ്യില്ല എന്നൊക്കെ കരുതിയത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ പറഞ്ഞതെല്ലാം ഇന്ന് വിഴുങ്ങുകയാണ്. വിഴുങ്ങിയത് ഏറ്റവും ഒടുവിൽ മറ്റാരുമല്ല, KPCC പ്രസിഡന്റ് കൂടിയായ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് തന്നെയാണ്. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനോട് എല്ലാവർക്കും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ബ്രദർ ലോ എന്നല്ല എൻ്റെ മാനദണ്ഡം. അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ചീഫ് ഏജന്റായിരുന്നു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ശുപാർശ ചെയ്തു. അദ്ദേഹം തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളുന്ന കോളേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. നല്ല സത്യസന്ധനായ മാതൃകാ പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. അതെൻ്റെ സഹോദരൻ എന്നത് നിയമപരമായ തടസ്സമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് 1-2 ആളുകൾ ചോദിച്ചു, വേറെ എവിടെയെങ്കിലും നിയമിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ പോരായിരുന്നു. അത്തരത്തിലുള്ള കാപട്യത്തിന് ഞാൻ നിന്നിട്ടില്ല. വന്നവരെയൊക്കെ എൻ്റെ സഹോദരി ഭർത്താവാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ നിയമനം നടത്തിയിട്ടുള്ളത്. ഇത് അസാധാരണമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി സണ്ണി ജോസഫ് പറയുന്നത്, ആരാ എൻ്റെ അളിയൻ? നിങ്ങളെന്താ കരുതിയത് എൻ്റെ അളിയനെ കുറിച്ച്? അദ്ദേഹം മാതൃകാ പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം എൻ്റെ ചീഫ് ഏജന്റായിരുന്നു. ഇലക്ഷൻ സമയത്ത് നിയമിച്ചത് DCC തന്നെ. DCC പ്രസിഡന്റ് പ്രത്യേകം ആവശ്യപ്പെട്ടാണ് അളിയനെ എൻ്റെ ചീഫ് ഏജന്റാക്കി നിർത്തിയത്. പറയുന്നത് മറ്റാരുമല്ല, സണ്ണി ജോസഫ്. അദ്ദേഹം മാതൃകാ പൊതുപ്രവർത്തകനാണ് എന്ന് പറഞ്ഞല്ലോ. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ അദ്ദേഹം നടത്തിയ സേവനങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ കൊണ്ട് എൻ്റെ ഓഫീസിൽ ഇരുത്തിയിരിക്കുന്നത്, കാര്യങ്ങൾ നോക്കാൻ. സത്യസന്ധനായ പൊതുപ്രവർത്തകനാണ് എന്ന്. ഇതാണ് സണ്ണി ജോസഫിൻ്റെ വിശദീകരണം. ബന്ധു നിയമനമാണ് നടത്തിയത്. ബന്ധു നിയമനത്തിനെതിരെ വലിയ വായി സംസാരിച്ചവരാണ് ഞങ്ങളൊക്കെ. KPCC പ്രസിഡന്റ് ആവുന്ന ഘട്ടത്തിലും അതിനു മുന്നേയും നിയമസഭയിലൊക്കെ സണ്ണി ജോസഫ് നടത്തിയ പ്രസംഗങ്ങളുണ്ട് ബന്ധു നിയമനത്തിന് എതിരെ. ഇപ്പോൾ അതേ സണ്ണി ജോസഫ് തന്നെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങി സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇന്നലകൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് നമ്മുടെ മന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കൾ. ഇപ്പോൾ 1 മാസമായില്ല ഭരണത്തിലേറിയിട്ട്, അപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു ഇന്നലെ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് എന്ന്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ മന്ത്രിമാരിൽ നിന്ന് കാണാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. കാരണം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ.